ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്സഭയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച രാജ്യത്തെ തന്നെ പ്രതിപക്ഷ എംപിയാണ് കൊല്ലം മണ്ഡലത്തിൽ നിന്നുള്ള MK പ്രേമചന്ദ്രൻ. പ്രധാനമന്ത്രി പോലും ഒപ്പം ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ക്ഷണിച്ച 8 എംപിമാരിൽ ഒരാൾ. മികച്ച പാർലമെന്റേറിയനെന്ന് പ്രശസ്തി നേടിയ പ്രേമചന്ദ്രന്റെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണം പാളിയെന്ന് UDFിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിരിക്കുകയാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പാളിയെന്ന് UDF അവലോകന യോഗത്തിലാണ് വിമർശനം. പുതുതായി DCC ഭാരവാഹികളായ യൂത്ത് കോൺഗ്രസ് മുൻ നേതാക്കൾ രൂക്ഷ വിമർശനമുയർത്തി. തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും പരാജയപ്പെട്ടെന്ന് അരുൺ രാജ് ആഞ്ഞടിച്ചു. DCC ഭാരവാഹികൾക്ക് ചുമതലകൾ നിശ്ചയിച്ചു നൽകിയില്ലെന്നും അരുൺ പറഞ്ഞു. ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി ഓരോ ചെറു ഗ്രൂപ്പുകളുടെയും യോഗങ്ങൾ LDF നടത്തിയപ്പോൾ UDF നിശ്ചലമായിരുന്നെന്ന് ഫൈസൽ കുളപ്പാടം ആരോപിച്ചു. 2ഉം 3ഉം വാർഡുകൾക്ക് LDF ഒരു അനൗൺസ്മെന്റ് വാഹനം വിട്ടുകൊടുത്തപ്പോൾ UDFന് അതുണ്ടായില്ല. LDFും UDFും തമ്മിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ വ്യത്യാസമുണ്ടെന്നായിരുന്നു മുതിർന്ന RSP നേതാവ് AA അസീസിന്റെ വിമർശനം. താൻ 5 തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെന്നും UDFിനൊപ്പം വന്നപ്പോഴാണ് തോറ്റതെന്നും അദ്ദേഹം തുറന്നടിച്ചു. നേരത്തെ വന്നിരുന്നെങ്കിൽ വിജയിച്ചേനെയെന്ന് കോൺഗ്രസ് നേതാവ് KC രാജൻ തിരുത്തി. പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ രംഗത്ത് UDFിന് പ്രാതിനിധ്യമില്ലാത്തത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരുന്നെന്നും KC രാജൻ പറഞ്ഞു. ഈ സംവിധാനം ഉപയോഗിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. AICC തിരഞ്ഞെടുപ്പിൽ കാര്യമായി സഹകരിച്ചെന്ന് സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF യോഗം വിലയിരുത്തി. ചവറ, കൊല്ലം, ഇരവിപുരം മണ്ഡലങ്ങളിൽ 20,000-ത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും. മറ്റ് 4 മണ്ഡലങ്ങളിലും 10,000-ത്തിലേറെ വോട്ടുകളുടെ മേൽക്കൈയുണ്ടാകും. ഭരണവിരുദ്ധ വികാരം രൂക്ഷമായിരുന്നു. എല്ലാ മേഖലയിലും UDF അനുകൂല തരംഗം ദൃശ്യമായി. ഈ തരംഗം ആഞ്ഞടിച്ചാൽ ഭൂരിപക്ഷം ഉയരുമെന്നും യോഗം വിലയിരുത്തി.